പവിത്രം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രം ചത്തിട്ടില്ല, വിക്രം രക്ഷപ്പെട്ടു എന്നറിഞ്ഞതോടുകൂടി തന്നെ ശ്രീകാന്ത് ആണെങ്കിൽ ആകെ ഞെട്ടി വരേണ്ടിയിരിക്കുകയാണ്. അവൻ വാസവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടാ അവനെ രക്ഷപ്പെടുത്തിയെടുത്തത് ആ ശ്രീനിവാസനാണ് എന്ന്. അവൻ അവിടെ തന്നെയുണ്ട്. വരുണിനെ കൊന്നത് വിക്രമല്ല എന്ന കാര്യം അയാൾ നാട് മൊത്തം പാട്ടാക്കും. അതിനു മുൻപേ അവനെ കയ്യിൽ കിട്ടണം. ഇത് കേട്ടപ്പോൾ വാസവൻ ആകെ കട്ടക്കലിപ്പിലായി. ആ ശ്രീനിവാസനും വിക്രമും ചേർന്നുകൊണ്ട് എൻ്റെ മകനെ കൊന്നത് ഞാൻ കണ്ടു നിൽക്കില്ല, രണ്ടിനെയും ഞാൻ ഇന്നത്തോടെ തീർക്കുമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ അയാൾ നേരെ ശ്രീനിവാസൻ്റെ വീട്ടിലേക്ക് അങ്ങ് പാഞ്ഞെത്തി. അവിടെ ചെന്ന് ശ്രീനിവാസനെ കണ്ടതും വാസവൻ കട്ടക്കലിപ്പിലങ്ങ് ചോദിച്ചു, നീ വിക്രമിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലേ എന്ന്. എന്നാൽ ശ്രീനിവാസൻ വിട്ടുകൊടുത്തില്ല. എടാ നീ എന്താ ഈ പറയുന്നത്, അവനിവിടെയൊന്നുമില്ല, എവിടെയാണെന്ന് എനിക്കറിയത്തുമില്ല എന്ന് പറഞ്ഞ് അയാൾ തീർത്തും പറഞ്ഞു. പക്ഷേ വാസവൻ വിടാനൊന്നും ഭാവമില്ലായിരുന്നു. ദേ മര്യാദക്ക് അവനെ കാണിച്ചു തന്നോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല, ഇതിൻ്റെയൊക്കെ പിന്നിൽ നീയല്ലേ എന്ന് അയാൾ വെല്ലുവിളിച്ചു. അന്നേരം ശ്രീനിവാസൻ പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ രാഷ്ട്രീയത്തിൽ പല പാർട്ടിക്കാരായിരിക്കാം, പക്ഷേ നിന്റെ മോനെ കൊല്ലാനോ ഞാനോ വിക്രമോ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. നീ അത് ആദ്യം മനസ്സിലാക്ക് വാസവ. നിനക്ക് വേണമെങ്കിൽ നീ എൻ്റെ വീട് അരിച്ചു പെറുക്കി പരിശോധിക്കാം, പക്ഷേ ഇവിടെ നിന്നൊന്നും വിക്രമിനെ നിനക്ക് കണ്ടെത്താനാവില്ല എന്ന് പറയും. അകത്തേക്ക് കയറി പരിശോധിച്ച വാസവൻ്റെ ഗുണ്ടകൾക്ക് അവിടെ ആരെയും കണ്ടെത്താനൊന്നുമായില്ല. അങ്ങനെ അവർ പുറത്തിറക്കി വന്നതോടുകൂടി തന്നെ വാസവൻ ഉറപ്പിച്ചു പറഞ്ഞു, അവൻ എവിടെ പോയി ഒളിച്ചാലും ഞാൻ അവനെ തപ്പിയെടുക്കും, അവൻ്റെ ജീവനെടുക്കും ഞാൻ. അന്നേരം ശ്രീനിവാസൻ പരിഹാസത്തോടെ ചോദിച്ചു, എടാ നീ സത്യം എന്താണെന്ന് അറിയാതെയാണ് ഈ തുള്ളുന്നത്. വരുൺ കൊല്ലപ്പെടുമ്പോൾ വിക്രം ക്ലബിൽ അവൻ്റെ കൂട്ടുകാരോടൊപ്പമായിരുന്നു, പിന്നെ എങ്ങനെയാ അവൻ നിന്റെ മകനെ കുത്തുന്നത്? പക്ഷേ വാസവൻ ആ സമയത്ത് അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല. ആ കഥയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, അവനാണ് അത് ചെയ്തത്, അത് കണ്ടവരുണ്ട് എന്ന് അയാൾ തറപ്പിച്ചു പറഞ്ഞു. അന്നേരം ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, മുഖംമൂടിയിട്ട ഒരാളെ കണ്ട കാര്യമാണോ നീ ഈ പറയുന്നത്? അവൻ്റെ മുഖം ആരെങ്കിലും കണ്ടോ? നീ വെറുതെ വിക്രമിനെ കൊല്ലാൻ നടക്കാതെ സത്യം ആരാണെന്ന് പോയി കണ്ടുപിടിക്ക്. പക്ഷേ വാസവൻ കലിപ്പിൽ തന്നെ പറഞ്ഞു, നീ എത്ര തന്നെ അവനെ രക്ഷിക്കാൻ നോക്കിയാലും വടക്കേ ശ്രീനിവാസ, അവൻ്റെ മരണം എൻ്റെ ഈ കൈകൾ കൊണ്ട് തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വാസവൻ അങ്ങ് വെല്ലുവിളിച്ചു. അതും പറഞ്ഞ് വാസവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവാണ്. ശ്രീനിവാസൻ ഉടനെ തന്നെ ഫ്രണ്ട്സിനെ വിളിച്ച് വിക്രം എവിടെയാണെന്ന് തിരക്കി. വിക്രം എവിടെയാണെന്ന് അറിയില്ല എന്ന് രാജേട്ടൻ പറഞ്ഞപ്പോൾ വാസവൻ വീണ്ടും വന്നെന്നും വിക്രമിനെ കിട്ടിയ കൊന്നു കളയുമെന്നും ശ്രീനിവാസൻ പറഞ്ഞു. വിക്രം അങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഉടനെ തന്നെ ആ പുളിക്കനെ കണ്ട് സത്യം പോലീസിനെ ബോധ്യപ്പെടുത്താൻ പറയണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതേ സമയം വേദ വിക്രമിനെ കാണാനായി ഡോക്ടർ ഇഷിതയുടെ വീട്ടിലേക്കെത്തി. വിക്രമിന് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആളിപ്പോൾ സ്മാർട്ടായി എന്നും മുറിവുണങ്ങാൻ കുറച്ച് ദിവസമെടുക്കുമെന്നും ഇഷിത പറഞ്ഞു. അകത്തേക്ക് ചെന്ന വേദ വിക്രമിനെ ചേർത്ത് പിടിച്ചിരുത്തി. നിങ്ങൾ എവിടെയുണ്ടെന്ന് ആരും അറിയരുത്, പ്രത്യേകിച്ച് ആ വാസവൻ. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തണം. വിക്രം നിരപരാധിയാണെന്ന് ലോകം മൊത്തം അറിയണമെന്ന് വേദ പറഞ്ഞു. അന്നേരം വിക്രം പറയുന്നുണ്ട്, ആ പുളിക്കിനെ ഇന്ന് കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ സത്യം പുറത്തു കൊണ്ടുവരാമായിരുന്നുവെന്ന്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ഇവിടെ നിന്നും ഒരടി പോലും അനങ്ങരുത് എന്ന് വേദ വാക്ക് വാങ്ങി. നിന്നോട് പറയാതെ ഞാൻ എങ്ങോട്ടേക്കും പോകില്ല എന്ന് വിക്രം അവളുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അങ്ങനെ വേദ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇഷിത ചോദിച്ചു, വിക്രം നിനക്കത്രമാത്രം വിലപ്പെട്ടതാണോ എന്ന്. അന്നേരം വേദ പറഞ്ഞു, വിക്രം എൻ്റെ ജീവനാണ്, അവനില്ലാതെ ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല എന്ന് പറയും. വിക്രം നിരപരാധിയാണെന്ന് തെളിച്ച് ഞങ്ങൾക്ക് സന്തോഷമായി ജീവിക്കണമെന്നൊക്കെ പറയാണ് വേദ. ഇഷിതയ്ക്ക് ശരിക്കും അവരുടെ സ്നേഹം കാണുമ്പോൾ ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. പിന്നീട് വരുണിനെ കൊന്നത് ഇൻസ്പെക്ടർ സാബുവാണ് എന്ന് തിരിച്ചറിയുന്ന വേദ പുളിക്കനെ സാബുവിൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കി. അവൾ ഉടനെ തന്നെ ജോസഫിനെയും മറ്റും വിളിച്ച് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. സാബു പുറത്തുപോയ സമയം നോക്കിയിട്ട് അവർ പുളിക്കനെ പൊക്കി ഒരു കാറിൽ കയറ്റി. നീ വിക്രമിനെയും ചതിച്ച് ഇവിടെ ഇന്നങ്ങ് സുഖിക്കാമെന്ന് കരുതിയോടാ എന്ന് ചോദിച്ച് അവർ അവനെ അങ്ങ് വിരട്ടി. വേദ ഉടനെ തന്നെ പുളിക്കനെ കൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് പരാതി നൽകി. അവിടെ വെച്ച് പുളിക്കൻ സത്യമെല്ലാം തന്നെ വിളിച്ചു പറഞ്ഞു. വരുണിനെ കൊന്നത് ഇൻസ്പെക്ടർ സാബുവാണ് എന്നും ഇതിൻ്റെ പിന്നിൽ ശ്രീകാന്തും ചന്ദ്രശേഖരനുമാണ് എന്നും അയാൾ മൊഴി നൽകി. ദീപ്തിയുടെയും വരുണിൻ്റെയും ബന്ധം തകർക്കാനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് കേട്ട് വേദ ആകെ തകർന്നു പോയി. ഉടനെ പോലീസ് നടപടികൾ തുടങ്ങി. ചന്ദ്രശേഖരനെയും ശ്രീകാന്തിനെയും പോലീസ് വീട്ടിലെത്തി പൊക്കി. ശങ്കരൻ്റെ മുന്നിൽ വെച്ച് അവരുടെ ക്രൂരതകൾ പോലീസ് ഓരോന്നങ്ങ് പറഞ്ഞു കൊടുത്തു. എൻ്റെ മകൻ തെറ്റ് ചെയ്തുവെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ശങ്കരനാരായണൻ ശ്രീകാന്തിനെ പോലീസിനെ അങ്ങ് വിട്ടുകൊടുത്തു. തൻ്റെ ജീവനായ വരുണിനെ കൊന്നത് തൻ്റെ സ്വന്തം ഏട്ടനാണ് എന്ന് ദീപ്തി തിരിച്ചറിഞ്ഞു. അങ്ങനെ ശ്രീകാന്തിനെ പൊതിരയിട്ടങ്ങ് അടിക്കാണ് ദീപ്തി. ഒടുവിൽ വിക്രം നിരപരാധിയാണ് എന്ന കാര്യം ലോകം മൊത്തം അറിഞ്ഞു. വാസവൻ സത്യമറിഞ്ഞതുകൊണ്ട് തന്നെ ആകെ തകർന്നു പോവാണ്. അയാൾ ഒളിവിൽ പോയ എസ് ഐ സാബുവിനെ തപ്പിയെടുത്ത് പ്രതികാരം തീർത്തു. സാബുവിനെ കുത്തിയതിനു ശേഷം
വാസവൻ അങ്ങനെ പോലീസിന് കീഴടങ്ങി. വിക്രമും വേദയും എല്ലാ തടസ്സങ്ങളും നീങ്ങിയിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെക്കുകയായിരുന്നു. ശ്രീകാന്തും SI സാബുവും പിടിയിലായതോടുകൂടി തന്നെ പിന്നീട് അങ്ങനെ കഥാപരിസരം അങ്ങ് മാറാണ്. വേദയുടെയും വിക്രമിൻ്റെയും ജീവിതത്തിൽ പുതിയൊരു പ്രഭാതം ഉദിക്കുന്നതിൻ്റെയും തെറ്റുകൾ ചെയ്തവർ ശിക്ഷ അനുഭവിക്കുന്നതിൻ്റെയുമായിട്ടുള്ള രംഗങ്ങളാണ് വരുന്നത്. ശ്രീകാന്തിനെ പോലീസ് കൊണ്ടുപോയതോടുകൂടി തന്നെ ആ വീട് ഒരു നിശബ്ദതയിലേക്ക് വീഴുന്നു. ശങ്കരനാരായണൻ ആകെ തകർന്നിരുന്നുവെങ്കിലും തൻ്റെ മകൾക്ക് നീതി കിട്ടിയല്ലോ എന്നൊരു ആശ്വാസത്തിലായിരുന്നു അദ്ദേഹം. വേദ നേരെ ഓടിയത് വിക്രമിൻ്റെ അടുത്തേക്കാണ്. ഇഷിതയുടെ വീട്ടിൽ വിശ്രമിക്കുന്ന വിക്രമിന് മുന്നിലേക്ക് ഒരു വിജയശ്രീലാളിതയെ പോലെ അവൾ കടന്നു ചെന്നു. വിക്രം, നമ്മൾ ജയിച്ചു. ഇനി ആരും നിങ്ങളെ തിരിഞ്ഞു വരില്ല. നിയമത്തിനു മുന്നിൽ നിങ്ങൾ പരിശുദ്ധനാണ് എന്ന് പറഞ്ഞ് അവൾ അവനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ആ കണ്ണുകളിൽ സന്തോഷാശ്രുകൾ പൊടിയുന്നുണ്ടായിരുന്നു. വിക്രം തിരികെ ശങ്കരനാരായണൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഗ്രാമം മുഴുവൻ അവർക്ക് പിന്തുണയുമായി എത്തി. വരുണിൻ്റെ കൊലപാതകത്തിന് വിക്രമിന് പങ്കില്ല എന്ന് പത്രങ്ങളിലും വാർത്തകളിലും വന്നതോടുകൂടി തന്നെ നാട്ടുകാർക്ക് അവനോടുള്ള ബഹുമാനം ഇരട്ടിച്ചു. ഇതേ സമയം ജയിലിനുള്ളിൽ ശ്രീകാന്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. വാസവൻ MLAയുടെ ആൾക്കാർ ജയിലിനകത്തും ശ്രീകാന്തിനെ വെറുതെ വിട്ടില്ല. സ്വന്തം കുടുംബത്തെയും അനിയത്തെയും ചതിച്ചതിൻ്റെ കുറ്റബോധവും കൂട്ടുനിന്ന് വാസവൻ്റെ ഗുണ്ടകളുടെ ഭീഷണിയുമായപ്പോൾ അയാൾ ആകെ മാനസികമായി തന്നെ തളർന്നു. എല്ലാം ഞാൻ ചെയ്തതാണ് സർ, എനിക്ക് മാപ്പ് തരണമെന്ന് അയാൾ പോലീസിനോട് വിലപിച്ചു കൊണ്ടിരുന്നു. SI സാബു ആവട്ടെ ആശുപത്രി കിടക്കയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയായിരുന്നു. വാസവൻ നൽകിയ മുറിവുകൾ അത്രമേൽ ആഴത്തിലായിരുന്നു. ആ തെറ്റായ കൂട്ടുകെട്ട് ഇരുവരെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത് വലിയൊരു ഗർത്തത്തിലേക്കാണ്. മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. വിക്രമും വേദയും തങ്ങളുടെ ആ ഒരു ഓഫീസും അതുപോലെ വർക്ക്ഷോപ്പുമായിട്ട് വീണ്ടും സജീവമായിരുന്നു. ദീപ്തി പതുക്കെ പതുക്കെ വരുണിൻ്റെ ഓർമ്മകളിൽ നിന്നും മോചിതയാവാൻ ശ്രമിച്ചു. അവൾക്ക് താങ്ങായി വിക്രമും വേദയും കൂടെ ഉണ്ടായിരുന്നു. ശങ്കരനാരായണൻ തൻ്റെ വിൽപത്രത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി. തൻ്റെ സമ്പാദ്യത്തിൻ്റെ വലിയൊരു ഭാഗം പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നീക്കിവെച്ചു. ചന്ദ്രശേഖരനും ശ്രീകാന്തും തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന് കോടതി വിധി വന്നതോടുകൂടി തന്നെ സമാധാനം ആ വീട്ടിലങ്ങ് തിരിച്ചെത്തി. അങ്ങനെ ഒരു സായാഹ്നത്തിൽ കടൽ തീരത്തിരുന്നു കൊണ്ട് തന്നെ വിക്രം വേദയോട് പറഞ്ഞു, വേദ, നീ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് ഞാൻ ഈ ലോകത്തില്ലായിരുന്നു. അവൾ അവൻ്റെ തോളിലേക്ക് തല ചായച്ചുകൊണ്ട് തന്നെ അതിന് മറുപടി നൽകി. നമ്മുടെ സ്നേഹം പവിത്രമാണ് വിക്രം, അതിനെ തകർക്കാൻ ഇനി ഒരു ശക്തിക്കും കഴിയില്ല. കടൽ തിരകൾ അവരുടെ പാദങ്ങളെ തഴുകുമ്പോൾ കഷ്ടപ്പാടുകൾക്കൊടുവിൽ കിട്ടിയ ആ ഒരു സമാധാനത്തെ അവർ ആവോളം ആസ്വദിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.